ഹായ്, ഗൗരിയാണേ. വെൽക്കം ബാക്ക് ടു VR ഡിസൈൻസ്. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പം നമ്മുടെ സിസ്കിയുടെ സ്പെഷ്യൽ വീഡിയോ ഫസ്റ്റ് ഡേ ചെയ്തിട്ടുള്ളൂ. സെക്കൻഡ് ഡേ ഒന്നും ഞാൻ ചെയ്തില്ല. കാരണം ഫസ്റ്റ് ഡേയിൽ വന്നിട്ട് ഏറ്റവും ഹൈലൈറ്റ് ആയിരുന്നത് ഈ ഒരു കോഡ് സെറ്റ് ആയിരുന്നു. നമുക്കിത് 400 പീസസിന് എബവ് വന്നിട്ട് നമ്മൾ ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. 3 പീസസ് വന്നിട്ട് ഈ ഒരു കോഡ് സെറ്റ് വന്നിട്ട് ഞാനിപ്പോൾ വേറെ ഇരിക്കുന്നതല്ല, നമ്മൾ വേറെ കളേഴ്സാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അത്രയും നമുക്ക് സെല്ലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഡെലിവറി ഡിലേ ആയിട്ടുണ്ട്. കാരണം നമ്മൾ ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യുന്നതിനേക്കാളും അപ്പുറത്തായിരുന്നു ആ ഒരു സെയിൽ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇന്ന് ഇപ്പം ഫുള്ള് ഡെസ്പാച്ച് ചെയ്തോളൂ. ഇന്നലെ നമുക്ക് വീഡിയോ ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ വിചാരിച്ചു ഉള്ളതെല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷം അടുത്ത വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ അതുകൊണ്ടാണ് ഒരു ദിവസം വീഡിയോ ഇടാതിരുന്നത് കേട്ടോ. കുറേ കസ്റ്റമറൊക്കെ മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, മാം വീഡിയോ വന്നിട്ടില്ലല്ലോ എന്ന്. കാരണം ഇതാണ് കേട്ടോ. കാരണം ഇത് നമുക്ക് ഒരുപാട് എൻക്വയറി ആണ്. ഞാനൊരു 400 പീസസിന് മേളിൽ ഇപ്പോൾ ഓൾറെഡി സെല് ചെയ്ത് കഴിഞ്ഞു. ഈ ടൈപ്പിലുള്ളത്. അതേപോലെ 3 പീസ് സെറ്റും വരുന്നുണ്ടായിരുന്നു. നമുക്ക് സിംഗിൾ കുർത്തീസും ഒരു ബഡ്ജറ്റ് ബൈ ആയിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാം നല്ല റിവ്യൂ ആയിരുന്നു. ഒരുപാട് കസ്റ്റമർ നമുക്ക് സപ്പോർട്ട് ചെയ്തു. എല്ലാവരും പർച്ചേസ് ചെയ്തു. എല്ലാവർക്കും കൈകളിൽ ഒരു 2-3 ദിവസത്തിനകത്ത് എല്ലാവരുടെയും ഐറ്റംസ് നമ്മൾ ഡെസ്പാച്ച് ചെയ്തിട്ടുണ്ട്. മാക്സിമം ഒരു 99% ആൾക്കാരുടെയും നമ്മൾ ഡെസ്പാച്ച് ഡീറ്റെയിൽ അയച്ചിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും ഡെസ്പാച്ച് ഡീറ്റെയിൽ കിട്ടാതായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എൻക്വയറി ചെയ്യുക കേട്ടോ. കാരണം നമ്മൾ മാക്സിമം മിസ്സാവാതെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ മിസ്സായിട്ടുണ്ടെന്നല്ല. ആർക്കെങ്കിലും ഡെസ്പാച്ച് ഡീറ്റെയിൽ കിട്ടാതെയോ ഐറ്റം കിട്ടാതെയോ ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യണം. കാരണം ഇത്രയും ഹ്യൂജ് ക്വാണ്ടിറ്റി വന്നപ്പം ചിലപ്പം ബൈ ചാൻസ് മിസ്സാവാം. ഞാൻ അങ്ങനെ കൺഫേം പറയുന്നില്ല. അങ്ങനെ ഒരാൾക്ക് പോലും കിട്ടാതിരിക്കില്ലെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ പോലും വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഒരു 1 ഡേ വന്നിട്ട് ഒരു ബ്രേക്ക് എടുത്തത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഡെസ്പാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇനി അങ്ങോട്ടേക്കുള്ള എൻ്റെ ഈ ഓരോ ദിവസങ്ങളിലും നിങ്ങളുടെ ഈ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് കണ്ടിട്ട് വന്നാലോ. അപ്പോൾ ഇന്ന് നമുക്ക് ഒരുപാട് കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാം ബഡ്ജറ്റ് ബൈ ആയിട്ടുള്ളതാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. ഓണം കളക്ഷനൊക്കെ വന്നിരിക്കുന്നേ ഉള്ളൂ. അപ്പം എനിക്കിത് ഇന്നലെ അപ്ലോഡ് ചെയ്യേണ്ട വീഡിയോ ആയിരുന്നു. ഞാൻ അപ്ലോഡ് ചെയ്യാത്തത് കൊണ്ടാണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. അടുത്ത ദിവസങ്ങളിൽ വന്നിട്ട് നമുക്ക് ഒരുപാട് 3 പീസ് സെറ്റും 2 പീസ് സെറ്റും ഒക്കെ വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ഇതൊന്ന് ഈ ഒരു ഓഫർ കുർത്തീസ് ഒന്ന് ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് പോകാം. എന്നാലും അതിൻ്റെ റീൽസും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അങ്ങനെയുള്ള എൻക്വയറി ചെയ്യുന്ന കസ്റ്റമേഴ്സും ഉണ്ട്, സാരീസ് എൻക്വയറി ചെയ്യുന്നവരുണ്ട്. അപ്പം നമ്മൾ എല്ലാ ഐറ്റംസും നമ്മൾ ഓൾറെഡി നമ്മുടെ സ്റ്റോറിൽ എത്തിക്കഴിഞ്ഞു. നമ്മൾ ഉടനെ തന്നെ ഡേ ബൈ ഡേ ആയിട്ട് അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം ഞാനിത് ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള ഈ ഒരു ഐറ്റം വന്നിട്ട് അന്ന് 5 ഷെയ്ഡ്സിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഒരുപാട് കസ്റ്റമറുകൾക്ക് കിട്ടാതായിട്ടുണ്ട്. കിട്ടിയവരൊക്കെ വന്നിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അവരൊക്കെ സാറ്റിസ്ഫൈഡ് ആണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കിട്ടാത്തവരാരും വിഷമിക്കേണ്ട. എല്ലാവരുടെയും ഐറ്റം നമ്മൾ ഡെസ്പാച്ച് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും കിട്ടാതെയോ ഡെസ്പാച്ച് ഡീറ്റെയിൽ കിട്ടാതെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഏത് ടൈം വേണമെങ്കിലും മെസ്സേജ് അയച്ചാൽ മതി. നമ്മളത് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് നമ്മൾ ഞങ്ങൾക്ക് ഡീറ്റെയിൽ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പം നിങ്ങൾ തന്ന ആ വലിയ സപ്പോർട്ടിന് വന്നിട്ട് വീണ്ടും എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല. അത്രയ്ക്ക് നന്ദി പറയണം. അപ്പം നമ്മൾ ആ ഏറ്റവും കൂടുതൽ എൻക്വയറി ഉണ്ടായിരുന്ന ഈ ഒരു കോഡ് സെറ്റ് വന്നിട്ട് വീണ്ടും നമ്മൾ 7 ഷെയ്ഡ്സിൽ വന്നിട്ട് റീസ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ്. ഫസ്റ്റ് വൺ വന്നിട്ട് നല്ല ഒരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. അട്ടിക്കുന്ന ഷെയ്ഡൊന്നുമല്ല, നല്ല ഒരു പിങ്ക് ഷെയ്ഡാണ്. സെക്കൻഡ് വൺ വന്നിട്ട് നല്ല ഒരു രാമ ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത്. ആൻഡ് തേർഡ് വൺ വന്നിട്ട് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്ന ഒരു ഷെയ്ഡായിരുന്നു ബോട്ടിൽ ഗ്രീന്. അതേപോലെ തന്നെ നേവി ബ്ലൂ ഷെയ്ഡാണ് നെക്സ്റ്റ് വൺ വന്നിട്ട്. ആൻഡ് നെക്സ്റ്റ് വൺ വന്നിട്ടൊരു കോഫി ബ്രൗൺ ആണ് വരുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ വന്നിട്ടൊരു ഗ്രേ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. ഒരു ഗ്രേ ഷെയ്ഡാണ് വരുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ വന്നിട്ട് ഒരു ഇങ്ക് ബ്ലൂ ആണ് കേട്ടോ. നേവി ബ്ലൂവും വരുന്നുണ്ട്, ഇങ്ക് ബ്ലൂവും വരുന്നുണ്ട്. 2 ബ്ലൂ ആണ് കേട്ടോ. ഇത് കുറച്ച് ലൈറ്റ് ആയിരിക്കും. നേവി ബ്ലൂ എന്നും പറയാം, ഒരു ഇങ്ക് ബ്ലൂ എന്നും പറയാം കേട്ടോ. അങ്ങനെ മൊത്തം 7 ഷെയ്ഡിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഒരുപാട് കസ്റ്റമർ എൻക്വയറി ചെയ്തുകൊണ്ടാണ് ഞാൻ ഫോട്ടോസൊക്കെ ഞാൻ ടാഗ് ചെയ്തേക്കാം. വേറെ ഇത് കാണിക്കുന്നതിന് നമുക്ക് ഒരുപാട് ഐറ്റംസ് കാണാനുണ്ട്. അപ്പോൾ ഫസ്റ്റ് വൺ വന്നിട്ട് ഞാനിപ്പോൾ വേറെ ഇരിക്കുന്ന ഈ ഒരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഞാൻ അതിൻ്റെ ക്ലോസപ്പ് കാണിക്കാം. ഒരു രക്ഷയുമില്ല. എല്ലാ ഷെയ്ഡ്സും നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഫസ്റ്റ് വൺ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ യോക്ക് ഏരിയയിൽ വന്ന് ഫുള്ളായിട്ട് ഇങ്ങനെ
അജറക് പാച്ച് വർക്ക് വന്നിട്ട് അതിൽ വന്ന് ഫുള്ളായിട്ട് ഒറിജിനൽ മിറർ വർക്കാണ് വരുന്നത്. 3/4 സ്ലീവാണ്. സ്ലീവ്സിൽ ലൈനിങ് വരുന്നില്ല, ബോഡി പോർഷനിലും ലൈനിങ് വരുന്നില്ല. സൈഡ് സ്ലിറ്റാണ്, ലെങ്ത് 47 ആണ് വരുന്നത്. ലൈനിങ് ഇല്ലെങ്കിൽ തന്നെയും നല്ല കട്ടിയുള്ള ഫാബ്രിക്കാണ്, റൗണ്ട് നെക്കാണ് വരുന്നത് കേട്ടോ. ഒരു രക്ഷയുമില്ല, നല്ല ഭംഗിയാണ്. ഒറിജിനൽ മിറർ വർക്കാണ് വരുന്നത്. ഇങ്ങനെയാണ് എൻ്റെ സ്ലീവ്സ് വരുന്നത്. സ്ലീവ്സിൻ്റെ എൻഡിലും നമുക്കിങ്ങനെ വർക്ക് വരുന്നുണ്ട്. ഇതിപ്പോൾ ഒരുപാട് കസ്റ്റമർ കണ്ട് അത് പർച്ചേസ് ചെയ്തവരാണ്, എൻക്വയറി ചെയ്തവരും ഉണ്ട്. പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് കേട്ടോ. ഇങ്ങനെയാണ് അതിൻ്റെ ടോപ്പ് വരുന്നത്. പാൻറ് വന്നിട്ട് ഫ്രണ്ട് ഏരിയയിൽ വന്നിട്ട് എലാസ്റ്റിക് ആണ്, ബാക്ക് ഏരിയയിലും എലാസ്റ്റിക് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ലൂസ് പാൻ്റാണ് വരുന്നത്. പാൻറ്റിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞത് നോർമലി വന്നിട്ട് 39 ആണ് വരുന്നത്. കുറച്ചും കൂടെ ലെങ്ത് കൂടുതലാണ് കേട്ടോ. നല്ല ഒരു ലൂസ് പാൻ്റാണ് വരുന്നത് കേട്ടോ. ഇത് അടിക്കുന്ന ഷെയ്ഡൊന്നുമല്ല, നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന എന്ത് ഷെയ്ഡാണോ അതേ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. നല്ല ഒരു പിങ്ക് ഷെയ്ഡാണ്. അതിൽ വന്നിട്ട് എല്ലാം അങ്ങനെ ഒരു ഡബിൾ ഷെയ്ഡായിട്ടാണ് വരുന്നത് കേട്ടോ. നമുക്കത് വീഡിയോയിൽ വിസിബിൾ ആവത്തില്ല. ഒരു ചെറിയൊരു ഷൈനിങ് വരുന്നുണ്ട് കേട്ടോ. ഇതിൽ വന്നിട്ട് പിങ്കും ഒരു ചെറിയ ഓറഞ്ചും കൂടെ ബ്ലെൻഡ് ആയിട്ടാണ് വരുന്നത് കേട്ടോ. ജസ്റ്റ് നമുക്കത് നേരിൽ കണ്ടാലേ അറിയാൻ പറ്റുള്ളൂ. ആൻഡ് സെക്കൻഡ് വൺ വന്നിട്ട് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിരുന്ന ഒരു രാമ ഗ്രീൻ ആണ് കേട്ടോ. ഒരുപാട് കസ്റ്റമർക്ക് എൻക്വയറി ഉണ്ടായിരുന്ന ഒരു ഐറ്റമാണിത്. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ഇങ്ങനെയാണ് അതിൻ്റെ ടോപ്പ് വരുന്നത്. അതിൻ്റെ പാൻറ് വന്നിട്ട് ഇങ്ങനെയാണ്. ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ്. ഞാൻ ഓപ്പൺ ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. എല്ലാവരും നിങ്ങളിതെല്ലാം കണ്ട് എൻക്വയറി ചെയ്ത ഐറ്റമാണ്. നമ്മളിപ്പോൾ നിങ്ങളൊക്കെ ഒരുപാട് എൻക്വയറി ചെയ്തിട്ട് കിട്ടാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോഴും കൊണ്ടുവന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ആണ് വരുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. അതിൻ്റെ പാൻറ് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. പാൻറ്റൊക്കെ നല്ല പാൻറ്റാണ്, ഒരു രക്ഷയില്ല കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. ആൻഡ് നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ല ഒരു നേവി ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. നല്ല നേവി ബ്ലൂ ഷെയ്ഡാണ്. ഇത് കണ്ടോ എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ. നല്ല ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ. ഇത് ഒറിജിനൽ നേവി ബ്ലൂ ആണ്. ഈ ഒരു പ്രിന്റിൽ മാത്രം ചെറിയൊരു ഡിഫറൻസ് വരും കേട്ടോ. അത് ചിലതിൽ വന്നിട്ട് ഇതേപോലെ മാങ്ങാ പിഞ്ച് പോലെ വരും, ചിലതിൽ വന്നിട്ട് ഇങ്ങനെ ഇതേപോലത്തെ ഒരു മോഡലായിരിക്കും വരുന്നത്. ആ ഒരു പ്രിന്റിൽ ചെറിയ ഡിഫറൻസ് വരും. ബാക്കി പെക്യുലാരിറ്റി എല്ലാം സെയിം തന്നെയാണ്. അതിൻ്റെ പാൻറ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ലൂസ് പാൻറ്റാണ്, നല്ല കംഫർട്ടബിൾ ആണ്. നമുക്ക് ഡെയിലി വെയർ ആയിട്ട് ഇടാൻ പറ്റിയ അടിപൊളിയാണ് കേട്ടോ. ഒരു രക്ഷയുമില്ല. ഈ ഒരു പ്രൈസിനൊക്കെ നിങ്ങൾക്ക് ഇത് എപ്പോഴേയും കിട്ടില്ല. അത്രയ്ക്കും ക്വാളിറ്റി ഉണ്ട്. നല്ല ഒരു ഐറ്റമാണ് കേട്ടോ. ഇങ്ങനെയാണ് നെക്സ്റ്റ് വൺ വരുന്നത്. ഇതൊരു കോഫി ബ്രൗൺ ആണ് വരുന്നത്. ഇതിൻ്റെയൊക്കെ ഫോട്ടോസ് ഞാൻ കൊടുത്തേക്കാവേ. ഇങ്ങനെയാണ് അതിൻ്റെ പാൻറ് വരുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. എല്ലാം സെയിം തന്നെയാണ്. ആ നെക്സ്റ്റ് വൺ വന്നിട്ടൊരു ഗ്രേ ഷെയ്ഡാണ് കേട്ടോ. ഇതുണ്ടോ, എല്ലാ ഷെയ്ഡും എല്ലാവർക്കും ചേരുന്ന ടൈപ്പിലുള്ളതാണ്. ഈ ഒരു വർക്കും കൂടെ വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നമ്മുടെ ഫേസിന് കുറച്ചും കൂടെ ആ ഒരു വർക്ക് വരുമ്പോഴത്തേക്കും നല്ലൊരു എടുപ്പ് തോന്നിക്കും കേട്ടോ, നമ്മളത് വെയർ ചെയ്യുമ്പോഴത്തേക്കും. ഇങ്ങനെയാണ് വരുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ വന്നിട്ട് ഒരു ഇങ്ക് ബ്ലൂ ആണ് കേട്ടോ. നമ്മൾ ഇങ്കിൻ്റെ ഒരു ബ്ലൂ ഉണ്ടല്ലോ, ആ ഷെയ്ഡാണ് വരുന്നത്. നേവി ബ്ലൂ ഉണ്ട്, ഇങ്ക് ബ്ലൂ ഉണ്ട്, രണ്ട് ബ്ലൂ ആണ് വരുന്നത്. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ടോട്ടൽ 7 ഷെയ്ഡ്സിലാണ് വരുന്നത്. ഇതിൻ്റെ സൈസ് വന്നിട്ട് M2XXL ആണ് വരുന്നത്. പ്രൈസ് 499 ഉള്ളൂ. ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത്. 7 ഷെയ്ഡ്സിലാണ് വന്നിട്ടുള്ളത്. നമ്മളിപ്പം ഓൾറെഡി നമുക്ക് ഇത്രയും സെയിൽ ആയതുകൊണ്ട് തന്നെയും ഞാൻ 6Kയുടെ ആ ഒരു സ്പെഷ്യൽ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആർക്കും കിട്ടാതെ വരില്ലെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരു ഹ്യൂജ് ക്വാണ്ടിറ്റി തന്നെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. നമ്മളത് അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇല്ലാത്ത ഐറ്റംസ് വന്നിട്ട് നമ്മുടെ യൂണിറ്റിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതും ഞാനിപ്പോൾ ഒരു ഹ്യൂജ് ക്വാണ്ടിറ്റി തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടാൽ ഉടൻ തന്നെ നിങ്ങൾ വേഗം വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. 8891479506 ആണ്. ഞങ്ങളുടെ കസ്റ്റമർ കെയർ നമ്പർ 9645479506 ആണ്. ഓക്കെ, അപ്പം M2XXL 499 വരുന്നുള്ളൂ. ആ നെക്സ്റ്റ് വൺ വന്നിട്ട് 249 വരുന്നൊരു ബഡ്ജറ്റ് റേറ്റ് വന്നിട്ടുള്ള കുർത്തീസിൻ്റെ കളക്ഷനാണ് കേട്ടോ. നമുക്കതുകൂടെ കണ്ടിട്ട് വരാം. നെക്സ്റ്റ് വൺ വന്നിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നിട്ട് പോലെ ബഡ്ജറ്റ് റേറ്റിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു സിംഗിൾ കുർത്തീസിൻ്റെ കളക്ഷനാണ് കേട്ടോ. ടോട്ടൽ 7 ഷെയ്ഡ്സിലാണ് വന്നിട്ടുള്ളത്. ഫസ്റ്റ് വൺ വന്നിട്ടൊരു ഗ്രേ ഷെയ്ഡാണ്. സെക്കൻഡ് വൺ വന്നിട്ട് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ്. ദിസ് വൺ വന്നിട്ടൊരു പിസ്ത ഗ്രീൻ ഷെയ്ഡാണ്. വയലറ്റ് ഷെയ്ഡ്, അതേപോലെ തന്നെ ഒരു ഒണിയൻ പിങ്ക്, ഇത് വന്നിട്ട് ബേബി പിങ്ക്, ആൻഡ് ലാസ്റ്റ് വൺ വന്നിട്ട് ഗ്രേ ഷെയ്ഡാണ്. ടോട്ടൽ 7 ഷെയ്ഡ്സിലാണ് വന്നിരിക്കുന്നത്. ഇതും നമുക്ക് ഡെയിലി വെയർ ആയിട്ട് ഇടാൻ പറ്റിയ ഒരു ബഡ്ജറ്റ് റേറ്റിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. M2XXL ആണ് വരുന്നത്. പ്രൈസ് 249 ഉള്ളൂ. ഫ്രീ ഷിപ്പിംഗ് ആണ്. ഡെയിലി വെയർ ആയിട്ട് ഇടാൻ പറ്റിയതാണ്. എത്ര നമ്മൾ വാഷ് ചെയ്താലും ഇതൊന്നും ചുരുങ്ങുന്ന ഫാബ്രിക് അല്ല. നിങ്ങൾക്ക് ഇത് വിശ്വസിച്ച് വാങ്ങിക്കാം.
ചിലപ്പം കറക്റ്റ് എൽ സൈസോ എക്സൽ സൈസോ ഒക്കെ കറക്റ്റായിട്ട് വേണ്ടവർ വന്നിട്ട് ഒരു പ്ലസ് സൈസ് എടുത്തിട്ട് ജസ്റ്റ് ഷേപ്പ് ചെയ്യുക കേട്ടോ. അങ്ങനെ ചുരുങ്ങുന്ന ഫാബ്രിക് അല്ല. നമ്മളിപ്പോൾ ഇതാണെങ്കിൽ നമ്മൾ അങ്ങനെയാണ് പറയുന്നത്. നിങ്ങളിപ്പോൾ എക്സലോ കറക്റ്റ്, ഞാനിപ്പോൾ വേറെ ഇരിക്കുന്ന എല്ലാണ്, എല്ലാം എനിക്കിത് കറക്റ്റാണ്. എക്സൽ ആണെങ്കിൽ കുറച്ചും കൂടെ ഒരു ലൂസായിരിക്കും. അങ്ങനെ ഡെയിലി ഞാനൊക്കെ എനിക്ക് ഇത്തിരി ലൂസായിട്ട് വെയർ ചെയ്യുന്ന ഒരാളാണ്. ഒരുപാട് ഇങ്ങനെ ടൈറ്റായിട്ട് വെയർ ചെയ്യുന്ന ഇഷ്ടമില്ലാത്ത ഒരാളാണ്. അപ്പോൾ നിങ്ങൾക്കത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെയും സൈസ് M2XXL ആണ്. പ്രൈസ് 249 ഉള്ളൂ. ഫ്രീ ഷിപ്പിംഗിലാണ് വരുന്നത്. ഇങ്ങനെയാണ് എൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. 3/4 സ്ലീവ് ആണ്. സ്ലീവ്സ് ലൈനിങ് വരുന്നില്ല. ബോഡി പോർഷനിലും ലൈനിങ് വരുന്നില്ല. ലെങ്ത് 47 ആണ് വരുന്നത്. സൈഡ് സ്ലിറ്റ് ആണ്. 249 ഒക്കെ ഇത് അഫോർഡബിൾ ആണ് കേട്ടോ. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഒരു വൈറ്റ് പാൻറ്റോ ഇല്ലെങ്കിൽ ഇതേ സെയിം ഗ്രേ പാൻറ്റും ദുപ്പട്ടയൊക്കെ വെയർ ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് വെയർ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇതിൽ ഈ കാണുന്ന റൗണ്ട് നെക്കാണ് വരുന്നത്. ഇതിൻ്റെ ഈ യോക്ക് ഏരിയയിൽ ഇങ്ങനെ സ്ക്വയർ പോലെ വന്നിട്ട് ഇത് വന്ന് ത്രെഡ് വർക്കാണ് വരുന്നത് കേട്ടോ. ത്രെഡാണ് വർക്ക് വരുന്നത്. ഇങ്ങനെയാണ് എൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ബാക്ക് ഏരിയ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. നമ്മളിത് വീഡിയോ ഇടുന്നതിന് മുമ്പ് തന്നെയും നമ്മൾ കഴിഞ്ഞ ഓഫർ സെയിൽ വീഡിയോയിൽ 2, 3 ഇതേപോലത്തെ സെറ്റൊക്കെ 3, 4 പർച്ചേസ് ചെയ്ത കസ്റ്റമർ ഉണ്ട്. അപ്പോൾ ഇതിന് അപ്കമിങ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ് കാണിച്ചപ്പോൾ തന്നെ പർച്ചേസ് ചെയ്ത കസ്റ്റമറുകളും ഉണ്ട് കേട്ടോ. കാരണം ഇത് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഒരുപാട് പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യാനുള്ളത് കൊണ്ട് വന്നിട്ട് ഞാൻ ഒരു ദിവസം ബ്രേക്ക് എടുത്തതാണ് കേട്ടോ. ഇത് വന്നിട്ട് നല്ല ഒരു പിങ്ക് ഷെയ്ഡാണ്. ബേബി പിങ്ക് അല്ല, കുറച്ചൊരു ഡാർക്കാണ്. എന്ന് വെച്ചിട്ട് അട്ടിക്കുന്ന ഷെയ്ഡൊന്നുമല്ല കേട്ടോ. നല്ല ഷെയ്ഡാണ്. ഇതിൻ്റെ ഒരു വർക്കൊക്കെ നോക്കിക്കേ. അതിൽ മിറർ വർക്കും വരുന്നുണ്ട് കേട്ടോ. ആ മിറർ വർക്ക് വരുന്ന കാര്യം ഒറിജിനൽ മിറർ വർക്കല്ല, അല്ലാതെയുള്ള നമ്മൾ സാധാരണ വരുന്ന മിറർ വർക്കാണ് വരുന്നത്. സ്ക്വയർ പോലെ വന്നിട്ട് ഫുള്ളായിട്ട് എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത്. ഇങ്ങനെയാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത്. ബാക്ക് ഏരിയ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഫോട്ടോസൊക്കെ ഞാൻ കൊടുത്തേക്കാം, എല്ലാത്തിൻ്റെയും ഫോട്ടോ കൊടുത്തേക്കാം. ആൻഡ് നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ലൊരു പിസ്ത ഗ്രീൻ ഷെയ്ഡാണ്. എന്ത് രസമല്ലേ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്, നല്ല ഭംഗിയാണ് കേട്ടോ. നമുക്ക് ഇത് അങ്ങനെ നിഴലൊന്നും അടിക്കുന്ന അതൊന്നും അല്ല, നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ലൈനിങ് ഇല്ലാന്ന് വെച്ചിട്ട് ഒരു കുഴപ്പമില്ല. ഈ 249 ഒന്നും നമുക്കിതൊന്നും കിട്ടത്തില്ല. അത്രയ്ക്ക് നല്ലതാണ്. നമുക്കത് കയ്യിലെടുക്കുമ്പോഴേ ഇതിൻ്റെ ആ ഒരു ഫാബ്രിക്കിൻ്റെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അത്രയും നല്ലതാണ്. ഇത് വന്നിട്ട് നല്ല ഒരു ലാവൻഡർ ഷെയ്ഡാണ് കേട്ടോ. ലാവൻഡർ എന്ന് വെച്ചാൽ തീരെ ലൈറ്റ് ലാവൻഡർ അല്ല, കുറച്ച് ഡാർക്കാണ് കേട്ടോ. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് സെയിം ആണ്, ഒരു ഡിഫറൻസും വരുന്നില്ല കേട്ടോ. ഇതിൻ്റെ സ്റ്റിച്ചിങ് ക്വാളിറ്റി ഒക്കെ നോക്കിയാൽ നമ്മൾ കുറച്ച് റേറ്റ് കൂടിയത് വാങ്ങിയാൽ പോലും നമുക്ക് അത്രയും ഒരു സ്റ്റിച്ചിങ് ക്വാളിറ്റി വരത്തില്ല. ഇതൊക്കെ നല്ല മാനുഫാക്ചർ, നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ. ആൻഡ് നെക്സ്റ്റ് വൺ വന്നിട്ട് ഒരു ഓണിയൻ പിങ്ക് ആണ് വരുന്നത് കേട്ടോ. ഇതൊക്കെ നമുക്കങ്ങനെ റെയർ ആയിട്ട് കിട്ടുന്ന ഷെയ്ഡാണ്. ഓണിയൻ പിങ്ക് ആണ് വരുന്നത്. ഇങ്ങനെയാണ് എൻ്റെ ബാക്ക് ഏരിയ വരുന്നത്. ഇത് വന്നിട്ട് അത്യാവശ്യം വലിയ സൈസാണ് കേട്ടോ. നമുക്ക് ഇത് വന്നിട്ട് നമ്മൾ പ്ലസ് സൈസ് എടുക്കേണ്ട ആവശ്യമില്ല, കറക്റ്റ് സൈസ് എടുത്താൽ മതി. അങ്ങനെ ചുരുങ്ങുന്ന ഫാബ്രിക് ഒന്നുമല്ല. ആൻഡ് നെക്സ്റ്റ് വൺ വന്നിട്ടൊരു ബേബി പിങ്ക് ആണ് കേട്ടോ. എന്ത് രസമാണെന്ന് നോക്കിക്കേ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ബേബി പിങ്ക് ആണ്, കറക്റ്റ് ബേബി പിങ്ക് ആണ് കേട്ടോ. പിന്നെ ഇതിൽ വരുന്ന ആ ഒരു വർക്കിൽ വന്നിട്ട് ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട് കേട്ടോ, അത്രയേ ഉള്ളൂ. ബാക്കി എല്ലാം സെയിം തന്നെയാണ് ഫീച്ചേഴ്സ് വരുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ വന്നിട്ടൊരു ഗ്രേ ഷെയ്ഡാണ് വരുന്നത്. അങ്ങനെ ടോട്ടൽ 7 ഷെയ്ഡ്സിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതും അഫോർഡബിൾ ആണല്ലോ വരുന്നത്. M2XXL വരുന്നുണ്ട്. 3XL ഒന്നും ഇതിൽ നമുക്ക് അവൈലബിൾ അല്ല. XXL വരെ അവൈലബിൾ ആയിട്ടുള്ളൂ. പ്രൈസ് 249 വരുന്നുള്ളൂ. ഫ്രീ ഷിപ്പിംഗ് റേറ്റിലാണ് വരുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ വന്നിട്ട് നമ്മൾ കാണാൻ പോണത് 3 പീസ് സെറ്റിൻ്റെ കളക്ഷനാണ് കേട്ടോ. അതും നമ്മൾ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അഫോർഡബിൾ പ്രൈസിലാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഇതും ഒരു അഫോർഡബിൾ പ്രൈസ് തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് 599 ഉള്ളൂ. ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് കേട്ടോ. 599 റേറ്റിലാണ് വരുന്നത്. ഇതിൻ്റെ സൈസ് വന്നിട്ട് M2XXL ആണ് വരുന്നത്. ഇതിൻ്റെ നമുക്ക് ഒരു ഷെയ്ഡ് മാത്രമേ വന്നിട്ടുള്ളൂ. ഒരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. അതിൽ വന്നിട്ട് ഫുള്ളായിട്ട് ഇങ്ങനെ ഫ്ലോറൽ വർക്കാണ് വരുന്നത്. 599 ആണ് വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് അതിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. 3/4 സ്ലീവ് ആണ്. സ്ലീവ്സ് ലൈനിങ് വരുന്നില്ല. ബോഡി പോർഷനിലും ലൈനിങ് വരുന്നില്ല. ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല കേട്ടോ. അത്യാവശ്യം കട്ടിയുള്ളൊരു ഫാബ്രിക് തന്നെയാണ്. നിഴലൊന്നും അടിക്കുന്ന ഫാബ്രിക് ഒന്നുമല്ല. അത്യാവശ്യം നല്ല കട്ടിയുള്ള ഫാബ്രിക്കാണ് കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ബാക്ക് ഏരിയ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. റൗണ്ട് നെക്കാണ് വരുന്നത്. റൗണ്ട് നെക്ക് പോലെ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ഷോ ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ലെങ്ത് വന്നിട്ട് 47 ആണ് വരുന്നത് കേട്ടോ. 46-47 വരുന്നുണ്ട്. ഇതിൻ്റെ പാൻറ്റൊക്കെ നോക്കിക്കേ. ഫ്രണ്ട് ഏരിയയിലും ബാക്ക് ഏരിയയിലും എലാസ്റ്റിക് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് എൻ്റെ ബാക്ക് ഏരിയ വരുന്നത്. നല്ല ലൂസ് പാൻറ്റാണ്. പാൻറ്റിൻ്റെ ലെങ്ത് വന്നിട്ട് 39 വരുന്നുണ്ട് കേട്ടോ. 39 വരുന്നുണ്ട്. പാൻറ്റൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് കേട്ടോ. അങ്ങനെ കുറഞ്ഞ മെറ്റീരിയലൊന്നും അല്ല, നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്. അതിൻ്റെ ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഇത് കണ്ടോ, ദുപ്പട്ട വന്നിട്ട് ഒരു
ആ ഒരു 2 വർക്കും കൂടെ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് പോകുന്ന പോലെയാണ് വരുന്നത്. അതിൽ വന്നിട്ട് ഇങ്ങനെ ഫുള്ളായിട്ടും ഗോൾഡൻ കളറ് ത്രെഡ് വർക്ക് അതിലൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. ഈ സൈഡ് പോർഷനിൽ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. നല്ല നീളമുണ്ട് കേട്ടോ, അത്യാവശ്യം 2.5 തന്നെ നീളം വരുന്നുണ്ട്. ദുപ്പട്ടയ്ക്ക് നോർമലി വന്നിട്ട് കുറച്ച് പ്രൈസ് റേഞ്ച് കുറഞ്ഞത് നീളം കുറവായിരിക്കും. ഇത് വന്നിട്ട് കണ്ടോ ഇത്രയും നീളം വരുന്നുണ്ട്. അത്യാവശ്യം നീളമുണ്ട്, നീളം കുറവൊന്നുമില്ല. ഇതിൻ്റെ സൈസ് അപ്പോൾ വരുന്നത് M2XXL ആണ്. പ്രൈസ് 599 ഉള്ളൂ. ഫ്രീ ഷിപ്പിംഗ് റേറ്റിലാണ് വരുന്നത് കേട്ടോ. ഇതൊക്കെ നമുക്ക് ഡെയിലി വെയർ ആയിട്ട് ഇടാൻ പറ്റിയ, എത്ര വാഷ് ചെയ്താലും അങ്ങനെ ചുരുങ്ങുന്നോ അല്ലെങ്കിൽ കളറൊന്നും പോകുന്നുള്ള പേടി വേണ്ട. നല്ല ഒരു ഫാബ്രിക്കാണ് കേട്ടോ. M2XXL 599 ഫ്രീ ഷിപ്പിംഗിലാണ് വരുന്നത്. നെക്സ്റ്റ് വൺ വന്നിട്ട് നമ്മൾ കാണാൻ പോണത് നമ്മൾ ഓണം റിലേറ്റഡ് ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു കോഡ് സെറ്റാണ് കേട്ടോ. ഈ കോഡ് സെറ്റ് വന്ന് കുറച്ച് ഡിഫറെൻ്റ് ആണ്. നമ്മൾ എപ്പോഴും കാണുന്ന പോലെ തന്നെയല്ല. നിങ്ങൾ മാർക്കറ്റിൽ ഇത് കണ്ടിട്ടുണ്ടാവും. ഇതിൻ്റെ സൈസ് M2XXL അല്ലേ? ഓക്കെ, ഇതിൻ്റെ സൈസ് വന്നിട്ട് M2XXL ആണ് വരുന്നത് കേട്ടോ. നമുക്ക് ഓണം ഇതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ ഫാബ്രിക് വന്നിട്ട് കോറ കോട്ടൺ ആണ് വരുന്നത് കേട്ടോ. ഇത് യൂസ് ചെയ്തിട്ടുള്ളവർക്കറിയാം. ഇത് വന്നിട്ട് കോറ കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ഈ ഫ്രണ്ട് ഏരിയയിൽ വന്നിട്ട് വി ആണ് കേട്ടോ നെക്ക് വരുന്നത്. വി നെക്കാണ് വരുന്നത്. 3/4 സ്ലീവ് ആണ് വരുന്നത് കേട്ടോ. 3/4 കുറച്ചും കൂടി നീളം ഉണ്ടാവും കേട്ടോ, ലെങ്ത്. ഫുൾ സ്ലീവ് വരത്തില്ല, ഈ ഒരു പോർഷൻ വരെ ഉണ്ടാവും ലെങ്ത്. ഇങ്ങനെയാണ് വരുന്നത് അതിൻ്റെ ഫ്രണ്ട് പോർഷൻ. ബാക്ക് ഏരിയ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഈ ഒരു നമ്മുടെ ആ ഒരു ഹിപ്പ് ഏരിയന്ന് താഴേക്ക് വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഫുള്ളായിട്ടും ഈ ഒരു ഫ്ലോറൽ വർക്ക് വരുന്നുണ്ട് കേട്ടോ. ഫ്രണ്ട് ഏരിയയിലും ബാക്ക് ഏരിയയിലും ഫ്ലോറൽ വർക്ക് വരുന്നുണ്ട്. ഇങ്ങനെയാണ് അതിൻ്റെ ടോപ്പ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ ടോപ്പ് വന്നിട്ട് നമുക്ക് 47 വരെ ഒന്നും ലെങ്ത് വരത്തില്ല. ഒരു 40 വരെയൊക്കെ വരത്തുള്ളൂ കേട്ടോ. മാക്സിമം ഒരു 40 വരെയൊക്കെ ലെങ്ത് വരത്തുള്ളൂ. അത് അങ്ങനെ വെയർ ചെയ്ത് ഇങ്ങനെ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. നമ്മൾ അങ്ങനെ വെയർ ചെയ്യുന്ന ടൈപ്പിലുള്ള ഒരു ഇതാണ് കേട്ടോ. ഫാബ്രിക് കോറ കോട്ടൺ ആണ് വരുന്നത്. M2XXL ആണ് വരുന്നത്. ബാക്ക് ഏരിയ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. അതിൻ്റെ പാൻറ് വന്നിട്ട് ഇത് കണ്ടോ, നല്ല ഒരു ലൂസ് പാൻറ്റാണ് കേട്ടോ. പല്ലാസ പോലെയാണ് വരുന്നത്. ഫ്രണ്ട് ഏരിയയിലും ബാക്ക് ഏരിയയിലും എലാസ്റ്റിക് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നല്ല ലൂസ് പാൻറ്റാണ്. പാൻറ്റിന് നല്ല ലെങ്ത് വരുന്നത് കേട്ടോ. പാൻറ്റിൻ്റെ ലെങ്ത് വന്നിട്ടൊരു 39 എബോവ് വരുന്നുണ്ട് കേട്ടോ. ഇതങ്ങനെ നമ്മൾ വെയർ ചെയ്യുന്ന ടൈപ്പിലുള്ളതാണ്. ഈ പാൻറ്റിൽ നോക്കിക്കുക, ടോപ്പിലെ പോലെ തന്നെ ഈ ഒരു ഇത്രയും പോർഷനിൽ വന്നിട്ട് ഇങ്ങനെ ആ ഒരു ഫ്ലോറൽ വർക്ക് വരുന്നുണ്ട്. ഫ്രണ്ടിലും ബാക്കിലും വരുന്നുണ്ട് കേട്ടോ. സൈസ് M2XXL ആണ് വരുന്നത്. ഇതിൻ്റെ പ്രൈസാണ് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ളത്. കോറ കോട്ടൺ ഒക്കെ വന്നിട്ട് ഇത് വന്നിട്ട് നല്ല കോറ കോട്ടൺ ഫാബ്രിക് തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് അതൊക്കെ അറിയാം, അത്യാവശ്യം നല്ല റേറ്റ് ഉള്ളതാണ്. പക്ഷെ നമ്മളിതൊരു അഫോർഡബിൾ റേറ്റിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. നേരത്തെ നമ്മൾ കണ്ടത് വന്നിട്ടൊരു ബ്ലൂ ഷെയ്ഡ് ആണെങ്കിൽ ഇത് വന്നിട്ടൊരു കോഫി ബ്രൗണും യെല്ലോയും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഫ്ലോറൽ വർക്കാണ് വരുന്നത് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ടതിൽ വന്നിട്ട് സ്ലീവ്സിൽ വന്നിട്ട് ഇങ്ങനെ വർക്ക് വരുന്നുണ്ടായിരുന്നില്ല. ഇതിൽ വന്നിട്ട് ആ ഡിഫറൻസ് എന്ന് പറയാൻ സ്ലീവ്സിലും ആ വർക്ക് വരുന്നുണ്ട്. ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് കേട്ടോ. ലെങ്ത് എല്ലാം സെയിം തന്നെയാണ് വരുന്നത്. ബാക്ക് ഏരിയ ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ സ്ലീവ്സിൽ ഓൾമോസ്റ്റ് ഫുള്ളെന്ന് പറയാം ഇങ്ങനെ ആ ഒരു വർക്ക് വരുന്നുണ്ട് കേട്ടോ. 2 ഷെയ്ഡായിട്ടാണ് വരുന്നത്. നല്ല രസമുണ്ട് കാണാനായിട്ട്. പാൻറ്റിലും അതുപോലെ തന്നെയാണ്. പാൻറ്റിൻ്റെ ലെങ്ത് സെയിം തന്നെയാണ്. ബാക്കി നമ്മൾ നേരത്തെ കണ്ടതെല്ലാം സെയിം ആണ്. ഈ എൻഡ് പോർഷനിൽ വന്നിട്ട് ഇതേപോലെ വർക്ക് വരുന്നുണ്ട്. ഇതേപോലത്തെ ഒക്കെ നമുക്ക് മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ചാനലിൽ നമ്മളിപ്പോൾ ആദ്യമായിട്ടാണ് കൊണ്ടുവരുന്നത്. നമ്മൾ ടോട്ടൽ 3 ഷെയ്ഡ്സിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ബേസ് ആയിട്ടുള്ള ഷെയ്ഡ് വന്നിട്ട് ആ ഒരു ക്രീമിഷ് കളറായിരിക്കും വരുന്നത്. അതിൽ വരുന്ന ഫ്ലോറൽ വർക്ക് മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ. നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ല ഒരു ബേബി പിങ്ക്, ലോട്ടസ് പിങ്ക് എല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുന്നൊരു ഷെയ്ഡാണ് വരുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ഫ്രണ്ട് പോർഷൻ. ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ്. ബ്ലൂവിൽ മാത്രമേ സ്ലീവ്സിൽ വർക്ക് വരാത്തുള്ളൂ കേട്ടോ. ആ ഒരു ഫ്ലോറൽ വർക്ക് സ്ലീവ്സിൽ വരാത്തുള്ളൂ. ബാക്കി എല്ലാത്തിലും ഫ്രണ്ടിലും ബാക്കിലും വരുന്നുണ്ട്. ഞാൻ ഫോട്ടോസ് കൊടുത്തേക്കാം കേട്ടോ. എന്തായാലും നമ്മുടെ റീൽസ് പോകുന്നുണ്ടാവും. ഇപ്പോൾ റീൽസ് കണ്ട് ഒരുപാട് കസ്റ്റമർ നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു ഫോട്ടോസ് വന്നിട്ട് ഇതിൽ ടാഗ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അത് എങ്ങനെയാണ് വെയർ ചെയ്യുമ്പോൾ ഇരിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇങ്ങനെയാണ് അതിൻ്റെ പാൻറ് വരുന്നത്. പാൻറ്റൊക്കെ സെയിം ആണ് കേട്ടോ. ഒരു ഡിഫറൻസും ഇല്ല. ആ ഒരു പ്രിൻറ്റിൽ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. നിങ്ങളിതിൽ ഏതാണ് പ്രിൻറ്റ് വേണ്ടതെന്ന് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. അപ്പം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സൈസ് M2XXL ആണ് വരുന്നത്. പ്രൈസ് 649 ഉള്ളൂ. ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത്. അപ്പോൾ ഇനി ലാസ്റ്റ് വൺ വന്നിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഒരു റോംബർ കളക്ഷനാണ് കേട്ടോ. നമ്മൾ റീസെൻ്റായിട്ട് റോംബർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ നല്ല എൻക്വയറി ആയിരുന്നു. അപ്പം ഞാൻ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ഒരു ബഡ്ജറ്റ് റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. ഇത് വന്നിട്ട് കോറ കോട്ടൺ ആയതുകൊണ്ടാണ് അവർ കുറച്ച് റേറ്റ് കൂടുതലുള്ളത്. ബാക്കി നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള എല്ലാം വന്നിട്ടൊരു
ബഡ്ജറ്റ് റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് വന്നിട്ട് വലിയവർക്ക് വേണമെങ്കിലും കൊച്ചു കുട്ടികൾക്ക് വേണമെങ്കിലും വെയർ ചെയ്യാവുന്ന പോലത്തെയാണ്. നല്ല സ്ട്രെച്ചബിൾ ആണ് കേട്ടോ. ഇതിന് വന്നിട്ട് നമുക്കിങ്ങനെ സൈസും കാര്യങ്ങളൊന്നുമില്ല, ഒരു ഒറ്റ സൈസേ വരത്തുള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾ ഞാനിത് വെയർ ചെയ്ത് കാണിക്കാം. അപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ ഇതെങ്ങനെ നിങ്ങൾക്ക് വെയർ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ഇതിന് നമുക്ക് സൈസ് വരുന്നില്ല, ഫ്രീ സൈസാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് അതിൻ്റെ ഇന്നർ വരുന്നത്. ഇന്നർ വന്നിട്ട് വൈറ്റ് ആയിരിക്കും വരുന്നത്. അതിൽ ലൈനിങ് കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് ചെറിയ സ്ലീവ് ആയിരിക്കും കേട്ടോ വരുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ഇന്നർ വരുന്നത്. ബാക്ക് ഏരിയ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഇതിൽ വേറെ കാര്യങ്ങളൊന്നും വരുന്നില്ല. അതിൻ്റെ ഔട്ട് സൈഡ് വരുന്ന ആ ഒരു ജാക്കറ്റ് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. നമ്മളത് വെയർ ചെയ്ത് വെച്ചിട്ട് ഇതെങ്ങനെ ഇട്ടാൽ മതി. നിങ്ങൾക്കിത് അറിയാൻ പറ്റുള്ളൂ. ഇത് നല്ല സ്ട്രെച്ചബിൾ ആണ് കേട്ടോ. ഇത്രയും സ്ട്രെച്ചബിൾ ആണ്. ഇതുകൊണ്ടോ, നല്ല സ്ട്രെച്ചബിൾ ആണ് കേട്ടോ. ഞാനത് വെയർ ചെയ്ത് ഫോട്ടോ ടാഗ് ചെയ്തേക്കാം. ഈ ഒരു ബട്ടൺസ് ഒക്കെ വന്നിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റിയ ബട്ടൺസ് അല്ല കേട്ടോ. ജസ്റ്റ് ഒരു ഷോയ്ക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നതാണ്. ഇത് വന്നിട്ടൊരു ഇങ്ങനെ എയർലൈൻ പാറ്റേണിലാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് വന്നിട്ടൊരു 46 ഒക്കെ വരത്തുള്ളൂ കേട്ടോ. 46 ലെങ്ത് വരുന്നുള്ളൂ, 47 വരുന്നില്ല. റോംബറൊക്കെ വന്നിട്ട് നോർമലി വന്നിട്ട് 46 ഒക്കെ വരാറുള്ളൂ. ഇങ്ങനെയാണ് എൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത്. ഇത് വന്നിട്ട് നല്ല ഒരു ഇങ്ങനെ വലിയ ടൈപ്പിലുള്ള നല്ല കട്ടിയുള്ള ഫാബ്രിക്കാണ് കേട്ടോ. അങ്ങനെ കട്ടി കുറഞ്ഞ ഫാബ്രിക് ഒന്നുമല്ല. ഇതിൻ്റെ ഏറ്റവും എൻഡ് പോർഷനിൽ വന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ സൈസ് എന്ന് പറയാനായിട്ട് നമുക്ക് അങ്ങനെയുള്ള ഒരു ഫ്രീ സൈസാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു XL XXL കാർക്ക് വെയർ ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്കറിയത്തില്ല. XL വരെ ഞാൻ കമ്മിറ്റ് ചെയ്യുന്നുള്ളൂ. XL വരെ ഉള്ളവർക്ക് നിങ്ങൾക്ക് വെയർ ചെയ്യാൻ പറ്റും. പ്രൈസാണ് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ളത്. 499 വരുന്നുള്ളൂ. ഫ്രീ ഷിപ്പിംഗ് റേറ്റിലാണ് വരുന്നത് കേട്ടോ. 499 ഒക്കെ ഒരു അഫോർഡബിൾ അല്ലേ. അപ്പോൾ നമ്മൾ ഓർഡേഴ്സ് എല്ലാം എടുക്കുന്ന വാട്സപ്പ് ത്രൂ ആണ്. വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ നമ്മൾ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ടാവും. 8891479506. നമ്മുടെ കസ്റ്റമർ കെയർ നമ്പർ 9645479506. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെല്ലൈക്കണോട് എനേബിൾ ചെയ്യാൻ മറക്കില്ല കേട്ടോ. എങ്കിൽ മാത്രമേ ഇനി അങ്ങോട്ടേക്ക് നമുക്ക് ഒരുപാട് ഇതുപോലത്തെ ഓഫർ സെയിലുകളാണെങ്കിലും ഇനി അങ്ങോട്ടേക്ക് നമുക്ക് ഒരുപാട് ഓഫർ സെയിലുകളും അതേപോലെ തന്നെ നമ്മുടെ ഓണം കളക്ഷൻസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് അതൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ബെല്ലൈക്കൺ ഓപ്പൺ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ കേട്ടോ. അപ്പം വീഡിയോ എല്ലാം ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം നിങ്ങൾ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്തതുപോലെ ഇനിയുള്ള ഈ ഒരു വീഡിയോസിലായാലും അങ്ങോട്ടുള്ള ജേർണിയിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു എല്ലാ കളക്ഷനുമായിട്ട് വരുന്നവരേക്കും ഇറ്റ്സ് സൈനിങ് ഓഫ് ഗൗരി ഹർഷ്.